ഇഷ്ടമില്ലാത്ത കല്യാണമെന്നാൽ ചൊവ്വാഗ്രഹത്തിലെ കാഴ്ച കാണാൻ രണ്ടുപേർ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. അല്ലെങ്കിൽ രണ്ട് അഗ്നിപർവ്വതങ്ങളെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നത് പോലെയാണ്. അന്നു മുതൽ അമ്മിയിൽ ചമ്മന്തിയും കണ്ണീരും ഒന്നിച്ചരഞ്ഞു തുടങ്ങും. കറിക്ക് താനേ എരിവ് കൂടും. ചോറിൽ ഉപ്പുണ്ടാവുകയില്ല. കിടപ്പറയിൽ ശവതാളം മുഴങ്ങും. പുലരികളിൽ ശ്മശാനങ്ങൾ ഉണരും. സന്ധ്യകളിൽ ഞാൻ കർണനും നീ അർജുനനുമായി മാറും. നമ്മൾ ഒന്നിച്ച് കുരുക്ഷേത്ര യുദ്ധം പാർട്ട് 2 തുടങ്ങും. ജന്മശാപം പോലെ ഒരു കുഞ്ഞ് രാത്രിയാമങ്ങളിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും. ചിരിക്കുന്ന ഭിക്ഷക്കാരനെ പോലും നമ്മൾ ആരാധനയോടെ നോക്കും. കടത്തിണ്ണയിൽ ഉറങ്ങുന്ന വയോധികനെ നോക്കി നമ്മുടെ ചുണ്ടുകൾ ഭാഗ്യവാനെന്ന് അറിയാതെ മന്ത്രിക്കും. എന്തുകൊണ്ടോ നമ്മുടെ മുറ്റത്തെ വെയിൽ മാത്രം എന്നും കറുത്തിരിക്കും. എന്തുകൊണ്ടോ നമ്മുടെ വീട്ടിൽ മാത്രം എന്നും ലോഡ് ഷെഡിംഗ് ആയിരിക്കും. നീ മോരുകറി വെക്കുമ്പോൾ എനിക്കിഷ്ടം സാമ്പാറായിരിക്കും. നീ പുട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് വേണ്ടത് ചപ്പാത്തി ആയിരിക്കും. ഒരു ബൈക്കിൽ ചേർന്നിരിക്കുമ്പോഴും നമ്മൾ സാമൂഹ്യ അകലം പാലിക്കും. വ്യർത്ഥമാം നമ്മുടെ ചുംബനങ്ങളിൽ നമ്മൾ മാസ്ക് ധരിച്ചിരിക്കും. ഒരേ മുറിയിൽ നീ അമേരിക്കയിലും ഞാൻ അന്റാർട്ടിക്കയിലുമായിരിക്കും. പുറത്തെ പാർട്ടികളിൽ ഞാൻ മോഹൻലാലും നീ മഞ്ജുവാര്യരുമായി തകർത്ത് അഭിനയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും ലോകാത്ഭുതം പോലെ ഭൂജാതരായ കുട്ടികൾ ഒന്നും അറിയാതെ ഉമ്മറത്തിരുന്ന് കളിക്കുന്നുണ്ടാകും. എന്നിരുന്നാലും ജീവിതത്തിൽ നമ്മൾ പറന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ തൂവലുകളിൽ നാടും നാട്ടുകാരും വീടും വീട്ടുകാരും പറക്കാനായി മാനാഭിമാനങ്ങളുടെയും കടമകളുടെയും കാറ്റ് ഊതി വീർപ്പിച്ചുകൊണ്ടേയിരിക്കും. എങ്കിലും നമ്മൾ കിനാവ് കാണും. നീ സ്വാതന്ത്ര്യം കിട്ടിയ കൂട്ടിലെ കിളിയെയും ഞാൻ കെട്ടയച്ചുവിട്ട വളർത്തുനായെയും. കരയുന്നത് ആരും കാണാൻ പാടില്ലെന്ന വാശിയിൽ നീ 4 നേരവും കുളിക്കും. ഞാൻ ബാറിൽ ഇരുട്ടുപോരെന്ന് വെയിറ്ററോട് നിരന്തരം കലയിക്കും. ഒടുവിൽ വിശിഷ്ട ദമ്പതിമാർക്കുള്ള ഗോൾഡ് മെഡൽ ഏറ്റുവാങ്ങി നമ്മൾ മരിക്കും. നമ്മളങ്ങനെ സ്വസ്ഥവും സ്വച്ഛന്തവുമായി കല്ലറയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരി കത്തിക്കാനെത്തുന്ന പേരക്കിടാങ്ങളോട് നാട്ടുപ്രമാണികൾ ആരെങ്കിലും നമ്മുടെ മഹനീയ ദാമ്പത്യത്തെക്കുറിച്ച് ഘോരഘോരം പൊങ്ങച്ചം പറയുന്നത് കേൾക്കാം. അത് കേട്ട് ദ്രവിക്കാതെ പോയ നമ്മുടെ ശിഷ്ട അസ്ഥികളെടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ഫൈറ്റ് തുടരുകയായി.